എറണാകുളം മൂവാറ്റുപുഴയിൽ MDMA-യും കഞ്ചാവും കൈത്തോക്കുമായി യുവാക്കൾ എക്സൈസിന്റെ പിടിയിൽ. 3250 മില്ലിഗ്രാം MDMA, 5 ഗ്രാം കഞ്ചാവ്, 3 മൊബൈൽ ഫോണുകൾ എന്നിവ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമൽ, MDMA-യും കഞ്ചാവും അങ്ങനെ എല്ലാ ഉലകിൽ സുലഭമായ ലഹരിയും വിൽക്കുന്ന സംഘമാണോ ഇത്? കൈത്തോക്ക് എന്താണ് വിശദാംശങ്ങൾ? ഏറ്റവും പുതിയ അപ്ഡേറ്റ്. സുഹൈൽ, ലഹരി മാഫിയയുമായി ബന്ധപ്പെടുത്തി പ്രത്യേകിച്ചും കഞ്ചാവ്, രാസലഹരി പോലുള്ള മാരകമായ ലഹരികൾ വിപണനം ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായി കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ 3 അംഗ സംഘം മൂവാറ്റുപുഴ നഗരത്തിൽ സ്വിഫ്റ്റ് കാറിൽ യാത്ര ചെയ്തത്. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തത് കൈത്തോക്കുമായാണ്. ഇവരെയാണ് ഇന്ന് രാത്രി സാഹസികമായിട്ട് മൂവാറ്റുപുഴ എക്സൈസ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ തിരച്ചിലിനെ തുടർന്ന് ഇവർ പിടിയിലാകുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് 3280 മില്ലിഗ്രാം രാസലഹരിയും 5 ഗ്രാം കഞ്ചാവും 3 മൊബൈൽ ഫോണും ഒരു കൈത്തോക്കും പിടികൂടിയിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ ഈ ലഹരി വിപണനം നടത്തുന്ന സംഘം തന്നെയായിരുന്നു. ഇവർ കോളേജ് വിദ്യാർത്ഥികൾക്കും സിനിമാ മേഖലയിലുള്ള ചിലർക്കും വേണ്ടിയിട്ടാണ് ലഹരി വിപണനം നടത്തിയിരുന്നത്, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഇവർക്കുണ്ടായിരുന്നു എന്നാണ് പോലീസിന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മൂവാറ്റുപുഴ പേഴയ്ക്കപ്പള്ളി ഐരൂമല സ്വദേശി ഷാജി മകൻ ഷാലിം ഷാജി, പൊന്നേപ്പടി പൊത്തൻപര വീട്ടിൽ കരയിൽ കിഴക്കേക്കുടിയിൽ രമേശൻ മകൻ ഹരീഷ്, കടാതിക്കരയിൽ തറവേലി വീട്ടിൽ ബാലുമകൻ സജിൻ എന്നീ 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. മൂവാറ്റുപുഴ എറണാകുളം റൂട്ടിൽ സംഗമം ജംഗ്ഷനിൽ വെച്ചാണ് ഇവരെ പോലീസ് അതിസാഹസ്യമായി പിടികൂടിയത്. നാളെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. സുഹൈൽ, ശരി, കഞ്ചാവും MDMA-യും കച്ചവടം ചെയ്തത് മാത്രമല്ല, കയ്യിൽ കൈത്തോക്കുമായാണ് നടത്തം. അധോലോകക്കാർ ഏറുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വേരോടെ പിഴുതെറിഞ്ഞാലേ നാട് നന്നാവുകയുള്ളൂ.